ഹലോ ഫാം, വെൽക്കം ബാക്ക്. ചരിത്രവും ഐതിഹ്യവും ചേർന്ന പെൻഡ്രാഗൺ സൈക്കിളിൻ്റെ 5ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. റൈവ്സ് ഓഫ് ദ മെർലിൻ സീരീസിലെ ഈ എപ്പിസോഡിൻ്റെ പേര് തന്നെ വളരെ അർത്ഥവത്താണ്. ദ പ്രൈസ് ഓഫ് ഫെയിലിയർ. പരാജയപ്പെട്ടാൽ ഒരു രാജ്യം തന്നെ ഇല്ലാതാകുമെന്ന ഭീഷണിയിലാണ് നമ്മുടെ നായകന്മാർ. കഥ തുടങ്ങുന്നത് ആ പഴയ സ്റ്റാൻഡിങ് സ്റ്റോൺസിൻ്റെ അടുത്തു നിന്നാണ്. ഈ സ്ഥലം നമുക്ക് പരിചിതമാണ്. 1ാം എപ്പിസോഡിൽ ടലിയസിൻ കൊമ്പുള്ള രാക്ഷസത്തെയുമായ കെർണൂനോസിൻ്റെ ദർശനം കണ്ട അതേ പുണ്യഭൂമി. മെർലിൻ, കാരിസ്, ഹഫ്ഗാൻ എന്നിവർ ആ പുരാതനമായ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ ഈ ഹഫ്ഗാൻ ഒരു പുരോഹിതനല്ലേ, അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരെ ചെന്ന് സിംഹാസനം പോലുള്ള ആ കല്ല് കസേരയിൽ ഇരിക്കുമ്പോൾ ബ്രിട്ടനിലെ ഉന്നതരായ പുരോഹിതരുടെ കൂട്ടായ്മയായ ബ്ലഡ് ബ്രദർഹുഡ് അവിടെ ഒത്തുകൂട്ടിയിട്ടുണ്ടായിരുന്നു. ഹഫ്ഗാൻ അവിടെ ഒരു സമ്മേളനം വിളിപ്പിച്ചതിൻ്റെ ഉദ്ദേശം വെറുമൊരു മതപരമായ മാറ്റത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു വലിയ വിപ്ലവത്തെക്കുറിച്ച് പറയാനായിരുന്നു. നമ്മൾ ഇത്രയും കാലം കാത്തിരുന്ന ആ വലിയ വെളിച്ചം, ആ മഹാപ്രകാശം, യേശു, അദ്ദേഹത്തിൻ്റെ കാലം വന്നെത്തിയിരിക്കുന്നു. ഇനി പഴയ ആചാരങ്ങളല്ല, യേശുവിനാണ് നാം പിന്തുടരേണ്ടത് എന്നെല്ലാവരോടുമായി പറഞ്ഞു. എന്നാൽ ഇത് കേട്ടതും അവിടെ ഇരുന്ന മറ്റു പുരോഹിതർക്ക് അത് സഹിക്കാനായില്ല. ആർ അഫ്ഗാനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ടലീസ് നിങ്ങളുടെ ചിന്തകളെല്ലാം മാറ്റി മറിച്ചതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. നമ്മുടെ പാരമ്പര്യം ഉപേക്ഷിക്കാൻ തങ്ങൾ തയ്യാറല്ലെന്നും അറിയിച്ചു. വാഗ്വാദം മുറുകിയപ്പോൾ മെർലിൻ മുന്നോട്ട് വന്നു. എന്നിട്ട് പുരോഹിതർ വിശുദ്ധമായി കരുതുന്ന ആ കല്ല് കസേരയിലേക്ക് മെർലിൻ കയറി നിന്നു. അതവരെ വല്ലാതെ ചുടിപ്പിച്ചു. പക്ഷെ അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ കൂറ്റൻ കല്ല് കസേര വായിൽ ഉയരാൻ തുടങ്ങി. മെർലിൻ്റെ ഉള്ളിൽ മൂടിക്കെട്ടി കിടന്നിരുന്ന അസാധാരണ ശക്തി പുറത്തേക്ക് വരാൻ തുടങ്ങിയായിരുന്നു അന്ന്. അവൻ ഗർജിച്ചു, നിങ്ങൾ ഈ കല്ലുകളെയും മരങ്ങളെയും ആരാധിക്കുന്നു, പക്ഷേ ഇവയെല്ലാം സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. പഴയ വഴിയോ പുതിയ വഴിയോ എന്നല്ല പ്രധാനം, സൃഷ്ടാവിനെ അറിയുക എന്നതാണ്. മെർലിൻ തൻ്റെ കൈകൾ ഉയർത്തിയപ്പോൾ അവിടെയുള്ള ഭീമാകാരമായ കല്ലുകൾ ഓരോന്നേ ആകാശത്തേക്ക് ഉയർന്നു. മെർലിൻ്റെ അച്ഛൻ പണ്ട് ഉയർത്തിയ കല്ലുകൾ വരെ വായിൽ നൃത്തം ചെയ്തു. അഫ്ഗാൻ പരിഭ്രമിച്ച്, മതി മെർലിൻ, നിർത്ത് എന്ന് പറഞ്ഞതും കല്ലുകൾ വലിയ ശബ്ദത്തോടെ നിലംപതിച്ചു. ആ കാഴ്ച കണ്ട പുരോഹിതർ ഭയന്നോടി. ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ച കാരിസിന് അതൊരു അതിശയമായിരുന്നു. അതേ അതിശയത്തിലുള്ള അഫ്ഗാന് ഇപ്പോൾ വലിയ ആശ്വാസമാണ്. തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് താൻ സ്വതന്ത്രനായെന്നും തൻ്റെ വഴി വ്യക്തമാണെന്നും അദ്ദേഹം തിരിച്ചറിയുന്നു. അങ്ങനെ തിരികെയുള്ള യാത്രയിൽ രാത്രിയായപ്പോൾ അവർ വടക്കൻ കുന്നുകളിൽ ക്യാമ്പ് പിടിച്ചു. കാരിസ് ജീവിതത്തെ വളരെ പക്വതയോടാണ് കാണുന്നത്. അവൾ മെർലിനോട് പറഞ്ഞു, എല്ലാവരും യേശുവിനെ തിരഞ്ഞെടുത്തുകൊള്ളണമെന്നില്ല മെർലിൻ, അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്, അതിൽ നമുക്ക് എതിർക്കാൻ കഴിയില്ലെന്ന് അവനും മനസ്സിലാക്കി കൊടുത്തു. ശേഷം വെള്ളം നിറയ്ക്കാൻ മെർലിനെ അരുവിയിലേക്ക് അയക്കുമ്പോഴാണ് കഥയുടെ ഗതി മാറുന്നത്. കുന്നിൻ ചിരയിലൂടെ കളിച്ചു നടന്ന മെർലിൻ പെട്ടെന്ന് ബാലൻസ് തെറ്റി മറിഞ്ഞുരുണ്ട് വീണു. കുന്നിൻ ചിരവായനാൽ കുറേ ഉരുണ്ട് തലയിറങ്ങി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ദിശ ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കുന്നുകൾക്കിടയിൽ താൻ ഒറ്റപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ മെർലിൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. എന്നാൽ അവിടെ മെർലിനെ കണ്ടെത്തിയതാകട്ടെ ഒരു പ്രത്യേക ഗോത്രവർഗ്ഗക്കാരും. ഹോക്ക് ഫൈൻ എന്നാണ് വിളിക്കുന്നത്. ബ്രിട്ടനിലെ പുരാതന ഗോത്രവർഗ്ഗക്കാരായ ഇവർ ആധുനിക ലോകവുമായി ബന്ധമില്ലാതെ പഴയ രീതിയിൽ നരബലിയൊക്കെ നടത്തുന്നവരായിരുന്നു. അവർ മെർലിനെ പിടികൂടി അവരുടെ ഗുഹയിലേക്ക് കൊണ്ടുപോയി. മെർലിൻ്റെ കൈകാലുകൾ കെട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ആ കുന്നുകളിൽ നിന്ന് രക്ഷപ്പെടാൻ മെർലിന് കഴിയില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു. രാത്രി അവൻ പുറത്തേക്ക് ഇറങ്ങി പോകാൻ നോക്കിയെങ്കിലും അവിടെയുള്ള കാവൽക്കാർ അവനെ ഗുഹയിലേക്ക് തന്നെ വിരട്ടി കയറ്റി. അവിടെയുള്ളവരുടെ മുഖത്തായി ഒരുതരം സിമ്പൽ പച്ച കുത്തിയിരിക്കുന്നതായി കാണാം. ഇപ്പോഴത്തെ മെർലിനെ മുഖത്ത് കാണാവുന്ന അതേ ചിഹ്നം. അങ്ങനെ അടുത്ത ദിവസം അവർ മെർലിനെ ഒരു കുന്നിൻ മുകളിലേക്ക് കൊണ്ടുപോയി. ബലി കൊടുക്കാനാണ് ഭാവം. അവർ തങ്ങളുടെ പ്രാകൃത ഭാഷയിൽ മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. മെർലിൻ തൻ്റെ ദൈവമായ യേശുവിനോട് ഉരുകി പ്രാർത്ഥിച്ചു. ഗോത്രത്തലവനായ ഗ്യാരിൻ ഫൈൻ എന്നവരുടെ കൈവശമുള്ള എല്ലുകൊണ്ട് നിർമ്മിച്ച കത്തി ഉറയിൽ നിന്നെടുത്ത് ഓങ്ങി മെർലിനെ കൊല്ലാൻ ഒരുങ്ങിയതും ആകാശത്ത് നിന്ന് ഒരു മിന്നൽ പിണർ താഴേക്ക് പതിച്ചു, അതും ആ കത്തിയിലേക്ക്. നിമിഷതരം കൊണ്ട് അത് ചിന്നിച്ചെറി പോയതോടെ ഈ അത്ഭുത കാഴ്ച കണ്ട ഗോത്രവർക്കാർ സ്തംഭിച്ചുപോയി. ദൈവങ്ങളയച്ച പുണ്യവാളനാണ് മെർലിൻ എന്നവർ വിശ്വസിച്ചു. കുഞ്ഞുങ്ങളെ ലോകത്തിലെ ഏറ്റവും വലിയ നിധിയായി കാണുന്ന ആ ഗോത്രം അന്യനായി വന്ന മെർലിനെ സ്വന്തം മകനെ സ്വീകരിച്ചു. അങ്ങനെ അവിടെ മെർലിൻ്റെ ജീവിതത്തിലെ ഒരു പുതു വഴിത്തിരിവായിരുന്നു. പിന്നീട് കാരിസിനും ഹഫ്ഗാനും ആ പ്രദേശത്ത് മെർലിനെ കണ്ടെത്താൻ സാധിച്ചതുമില്ല. അങ്ങനെ ഈ ഒരു കൊച്ചു ഫ്ലാഷ് ബാക്കിൽ നിന്ന് നമ്മൾ നിലവിലെ കാഴ്ചകളിലേക്ക് വരുമ്പോൾ മെർലിൻ പെലിയസിനൊപ്പം ചേർന്ന് കുതിരപ്പുറത്ത് ഈർഹൻ ഓഗ്ലെത്ത് അഥവാ പഴയ വടക്കൻ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ്. മോർക്കൻ രാജാവിനെയും ഒറേലീസിനൊപ്പം നിന്ന് സാക്സനെതിരെ പോരാടണം വശത്താക്കിയ ശേഷം മറ്റു ചില ഗോത്ര രാജാക്കന്മാരെ കൂടി വരുതിലാക്കിയ ശേഷം പുതിയ രാജാവിനടുത്തേക്ക് പോകുമ്പോൾ മെർലിൻ തൻ്റെ 6 വർഷത്തെ അന്നത്തെ ഗോത്ര ജീവിതം ഓർത്തെടുക്കുകയാണ്. അമ്മയുടെ കൈവിട്ട് ഹോക്ക് ഫൈൻ ട്രൈബ്സിനൊപ്പമുള്ള ആ ജീവിതത്തെക്കുറിച്ച് അവൻ പറയുന്നത് പക്ഷേ ഒറ്റയ്ക്കാണ് പെലിയസ് നോക്കുമ്പോൾ. എന്നാൽ മെർലിൻ്റെ കാഴ്ചപ്പാടിൽ അവന് വീണ്ടും ആ പെൺകുട്ടിയുടെ വിഷൻ കുറച്ച് ശക്തമായി വന്നിരിക്കുകയാണ്. തൻ്റെ ഒപ്പം കുതിരപ്പുറത്ത് നടന്നു വരുന്ന പോലുള്ള വിഷൻ. അങ്ങനെ അവർ യാത്ര ചെയ്ത് ഗോഡ്യോ എന്ന രാജ്യത്തെത്തി. കസ്റ്റനിയൻ രാജാവിനെ കാണാനാണ് അവർ വന്നത്. പക്ഷേ ആ കൊട്ടാരത്തിൽ അവർക്ക് ലഭിച്ച സ്വീകരണം വളരെ മോശമായിരുന്നു. അഴുക്കും നനവുമുള്ള ആ കൊട്ടാരത്തിൽ കസ്റ്റനിയൻ അവരെ എതിരേറ്റപ്പോൾ അവിടെ വ്യക്തമായൊരു കാര്യം, മെർലിന് അവിടെ ഒരു ചരിത്രമുണ്ട്. ജീവിതത്തിൻ്റെ കുറേ പ്രധാന സമയം ഈ കസ്റ്റനിയൻ രാജാവിന് കീഴിലായിരുന്നു അവൻ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്രതീക്ഷിതമായി വിട്ടുപോയ ശേഷം 50 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ മെർലിൻ അവിടെ വരുന്നത്. തൻ്റെ മകളായ ഗന്നയുടെ ഉപേക്ഷിച്ചു പോയ മെർലിനോട് രാജാവിന് കടുത്ത പകയായിരുന്നു.
നീ ഇത്രയും കാലം കഴിഞ്ഞ് എന്തിനു വന്നു എന്ന് രാജാവ് ആക്രോശിച്ചു. മെർലിൻ വന്നത് ഒറേലിയസിന് വേണ്ടി സഹായം ചോദിക്കാനാണ്. പക്ഷേ രാജാവ് അത് കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. രാജാവിനെ ചതിച്ചു കടന്നു കളഞ്ഞെന്ന് പറഞ്ഞ് ഇപ്പോഴും മണപൊട്ടി ഒഴുകുന്ന ദേഷ്യത്തിൽ അദ്ദേഹം മെർലിനെയും പെലിയസിനെയും തടവിലാക്കി. കുറച്ച് ദിവസത്തെ തടവിന് ശേഷം അവരെ കടൽ തീരത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് രാജാവ് ഒരു കൊടും ക്രൂരത കാണിച്ചു. പെലിയസിനെ ഒരു ഭാരമേറിയ ഇരുമ്പ് പന്തിൽ കെട്ടിയിട്ട് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് രാജാവ് ഒരു വെല്ലുവിളി നടത്തി. നീ അന്ന് അവളെ രക്ഷിച്ചില്ല, ഇന്ന് ഇവനെ രക്ഷിക്കാൻ നിനക്ക് കഴിയുമോ എന്ന് നോക്കട്ടെ. തന്നെ കൊല്ലാതെ പെലിയസിനെ അവർ അപകടത്തിൽപ്പെടുത്തിയ ഷോക്കിൽ മെർലിൻ നിൽക്കെ അവൻ കടലിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നുപോയി. എന്നാൽ ആ ഒരു വലിയ നിമിഷത്തിൽ പിന്നീട് സർവരും കണ്ടത് മെർലിൻ്റെ ഒരു വൻ ശക്തിയായിരുന്നു. അനായാസം കൈവിലങ്ങ് തകർത്ത് വെള്ളത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന പോലെ കടൽ വെള്ളം ചീറ്റി കിങ്കരന്മാരെ ചുഴറ്റി എറിഞ്ഞു. എന്നിട്ട് കടലിലേക്ക് നോക്കി കൈകൾ പൊക്കി നിൽക്കെ മുങ്ങിത്താണ പെലിയസും ആ ഇരുമ്പ് പന്തും ഉയർന്നു വരുന്നത് കണ്ട് ജനങ്ങൾ വരെ പകച്ചു നിന്നുപോയി. കൈവിലങ്ങ് അഗ്നി വെച്ചിട്ട് തകർത്ത് കരയിലേക്ക് എത്തിച്ചതും പാഞ്ഞെടുത്ത കസ്റ്റഡിന് നേരെ ആയുധം വെച്ച് വലിയ ബലം കൊടുക്കാതെ കുത്തിയതോടെ അയാൾ ശാന്തനായി. ഇവിടെ വെച്ച് മെർലിൻ പറഞ്ഞ ഒരു കാര്യം, ഇതിപ്പോൾ 2ാം തവണയാണ് നിങ്ങൾ എൻ്റെ ആയുധത്തിന് മുന്നിൽ നിൽക്കുന്നത്, ഒരിക്കൽ കൂടി ഇതിനിടെ വരുത്തെഴുതുന്നു. അപ്പോൾ ഇതിനു മുന്നേയും ഇവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതുകൊണ്ടാണോ രാജാവിൻ്റെ ഒരു കൈ കൃത്രിമമായി ഉള്ളത്? നമുക്ക് കണ്ടറിയാം. ഇവരുടെ റിലേഷൻ ഒന്ന് വ്യക്തമായി നോക്കിയാൽ വെറും ഒരു രാജാവും മന്ത്രവാദിയും തമ്മിലുള്ളതല്ല. കസ്റ്റൻ രാജാവ് മെർലിനെ നോക്കുന്നത് ഒരു ശത്രുവിനെ നോക്കുന്നത് പോലെയല്ല, മറിച്ച് തന്നെ ചതിച്ചു പോയൊരു മകനെ നോക്കുന്ന പോലെയാണ്. മെർലിൻ പെലിയസിനെ രക്ഷിച്ച ആ നിമിഷം സത്യത്തിൽ കസ്റ്റനിന് അതെൻ്റെ മകൾ ഗന്യയുടെ ഓർമ്മപ്പെടുത്തലായിരുന്നു. നിനക്ക് ഇവനെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ അന്ന് എന്തുകൊണ്ട് എൻ്റെ മകളെ രക്ഷിച്ചില്ല എന്ന രീതിയിലുള്ള രാജാവിൻ്റെ നിൽപ്പ് ഒരച്ഛൻ്റെ നെഞ്ചു പൊള്ളിക്കുന്നത് പോലെയും. മെർലിൻ അത് കേട്ട് നിശബ്ദനായിരുന്നു. കാരണം ചില സമയങ്ങളിൽ തൻ്റെ മാന്ത്രിക ശക്തിയേക്കാൾ വലുതാണ് വിധി എന്ന് മെർലിന് അറിയാമായിരുന്നു. ഗന്യയുടെ ആരാണെന്നും അവൾക്കെന്ത് പറ്റിയെന്നും നമ്മളിനി അറിയേണ്ടിയിരിക്കുന്നു. കാര്യങ്ങൾ തണുത്തതിനു ശേഷം ഗന്യയുടെ കല്ലറയ്ക്ക് മുന്നിൽ പൂക്കളുമായി നിൽക്കുന്ന മെർലിനെ കണ്ടപ്പോൾ കിങ് കസ്റ്റൻ്റെ ദേഷ്യം മാറി. കാരണം അവിടെയുള്ള സംസാരത്തിൽ ഗന്യയുടെ മരണം മെർലിനെ എത്രത്തോളം തളർത്തിയിരുന്നു എന്നുള്ള തിരിച്ചറിവ് കൂടിയായിരുന്നു അവിടെ. വൈകാതെ ഒറേലിയസിനോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യാൻ തങ്ങളുമുണ്ടെന്ന് അറിയിച്ചതോടൊപ്പം ബ്രിട്ടൻ്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രാജാവ് മെർലിനെ ഒരു കാര്യം ഓർമ്മിച്ചു. ഈ ഒറേലിയസിനേക്കാളും വലിയ ശക്തി നിനക്കുണ്ട് മെർലിൻ. നീയാണ് ഇവിടുത്തെ യഥാർത്ഥ പരമാധികാരി. നീ അനശ്വരനാണ്. നമ്മൾ ബ്രിട്ടൻ്റെ കിഴക്കൻ തീരത്തേക്ക് നോക്കിയാൽ അവിടെ കാണുന്നത് ഭീകരമായ കാഴ്ചകളാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സാക്സൺ കപ്പലുകൾ ഒന്നിനു പുറകെ ഒന്നായി ഇരച്ചു കയറി വരികയാണ്. യുദ്ധത്തിനു വേണ്ടി തയ്യാറെടുത്ത് വരുന്ന സംഘത്തിൻ്റെ ആ കപ്പലുകൾ 10,000-ന് മേലെയെങ്കിലും കാണും. സാക്സൺ തലവൻ ഹെങ്കിസ്റ്റിനടുത്തേക്ക് ലോത്ത് രാജാവിൻ്റെയും മോർഗേൻ്റെയും മകൻ സഖ്യ സംഭാഷണത്തിനായി എത്തിയിട്ടുണ്ട്. മോർഗേൻ്റെ മാനിപ്പുലേഷൻ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതല്ലേ. ഹെങ്കിസ്റ്റ് വെറും ഒരു പോരാളിയല്ല, ബ്രിട്ട് വാൾഡ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്, അതായത് രാജാക്കന്മാരുടെ രാജാവ്. എന്തായാലും കക്ഷികൾ ഇരുവരും ഒന്നിക്കുമ്പോൾ ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കാനുള്ളത് മോർഗേനും ലോട്ടും തമ്മിലുള്ള ബന്ധമാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ചുംബിക്കുന്നതായി കണ്ടപ്പോൾ ഉണ്ടായ ചെറിയൊരു കൺഫ്യൂഷൻ ഈ എപ്പിസോഡിൽ മാറുന്നുണ്ട്. മോർഗൻ ലോട്ടിൻ്റെ സ്വന്തം അമ്മയല്ല, മറിച്ച് 2ാം അമ്മയാണ്. കിങ് ലോത്ത് കൊടുത്തയച്ച സമ്മാനത്തേക്കാൾ ഹെങ്കിസ്റ്റിന് താല്പര്യം മോർഗൻ കൊടുത്തുവിട്ട ആ നിഗൂഢ സമ്മാനത്തോടാണ്. ലോട്ട് മോർഗൻ്റെ സ്വന്തം പുത്രനല്ലെന്നറിഞ്ഞ് ഹെങ്കിസ്റ്റ് ഇവിടെ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നീ ആ മന്ത്രവാദിനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനായാലും നിന്റെ ശരീരത്തിൽ അവളുടെ രക്തമില്ലാത്തിടത്തോളം കാലം നിന്റെ ഉപയോഗം കഴിഞ്ഞാൽ അവൾ നിന്നെയും തള്ളിക്കളയും. അപ്പോൾ ഹെങ്കിസ്റ്റിന് മോർഗൻ്റെ സ്വഭാവം അറിയാമെന്ന് സാരം. ഇപ്പോൾ ശത്രുപക്ഷം വീണ്ടും കരുത്തുറ്റതാകുമ്പോൾ ബ്രിട്ടൻ എത്രത്തോളം അപകടത്തിലാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. തെക്ക് ഭാഗത്ത് ഒറേലിയസും മൂതറും കടൽ തീരത്തിനടുത്തായി നിൽക്കുന്ന സാക്സൺ കപ്പലുകളെ വീക്ഷിക്കുകയാണ്. ഈ സഹോദരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ ഒറേലിയസ് സമാധാനപ്രിയനാണ്, ഒരു പണ്ഡിതൻ. എന്നാൽ ഊതർ ഒരു പച്ചയ പോരാളി. വന്നുകൊണ്ടിരിക്കുന്ന മഹാവിപത്തിനെ നേരിടാൻ തങ്ങളുടെ കൈവശം മതിയായ സൈനികരില്ലെന്ന് അവർക്കറിയാം. ക്യാമ്പിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടെയുള്ള അവസ്ഥ അതിലും കഷ്ടമാണ്. ബ്രിട്ടനിലെ ചെറുകിട രാജാക്കന്മാരെല്ലാം ഒത്തുകൂടിയിട്ടുണ്ട്. പക്ഷെ അവർ തമ്മിൽ യാതൊരു ഐക്യവുമില്ല. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കി ഇടയ്ക്കൂടെ പാര പണിയാൻ നോക്കി നിൽക്കുന്നവർ. കിങ് അവലാക്കിൻ്റെ അടുത്തുനിന്ന് ഒറേലിയസിനുണ്ടായ വെളിപ്പാട് വെച്ച് അവനിപ്പോൾ ദൈവമായ യേശുവിൽ വിശ്വസിക്കുന്നു. അവൻ ഉദറിനോട് നീയും സ്നാനമേറ്റ് യേശുവിൻ്റെ പാത സ്വീകരിക്കാനും സമാധാനത്തിൻ്റെ വഴിയിലൂടെ മാത്രമേ നമുക്ക് ഈ രാജ്യം രക്ഷിക്കാൻ കഴിയൂ എന്ന് മനസ്സ് തുറക്കുമ്പോൾ എന്നാൽ ഊതർ ഇത് കേട്ട് പുച്ഛിക്കുകയാണ്. ഒറേലിയസ്, ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു പ്രജയായി തലവന്നിക്കാം. നിനക്ക് വേണ്ടി ഞാൻ ആരെയും കൊല്ലാം, പക്ഷേ മറ്റൊരു ദൈവത്തെ വിശ്വസിക്കാൻ എന്നോട് പറയരുത്. ഊതർ ഒരു പ്രായോഗികവാദിയാണ്. യുദ്ധം ജയിക്കാൻ പ്രാർത്ഥനയല്ല, മൂർച്ചയുള്ള വാളാണ് വേണ്ടതെന്ന് അവൻ വിശ്വസിക്കുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള ഈ വൈകാരിക അകൽച്ച ബ്രിട്ടൻ്റെ ഭാവി എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് വരും എപ്പിസോഡുകളിലൂടെ കാണാം. ഇതിനിടയിൽ ക്യാമ്പിലെ ഏറ്റവും ശക്തനായ ഒരു രാജാവുണ്ട്, ഗ്ലോറോയി. രാജാക്കന്മാർ ചേർന്ന് യുദ്ധത്തിൻ്റെ പ്ലാനിംഗ് നടത്തുന്ന വഴിക്ക് ഒറേലിയസ് പറയുന്നൊരു കാര്യം ഇദ്ദേഹത്തിന് പിടിക്കുന്നില്ല. അതായത് തൻ്റെ സഹോദരനായ ഊതറിനെ മൊത്തത്തിലുള്ള സേനാധിപനാക്കാനുള്ള തീരുമാനമാണ് ഒറേലിയസിന്. അതിന് പറയുന്ന പേര് ഡക്സ് ബ്രിട്ടനിയറം എന്നാണ്. ഗ്ലോറോയ്ക്കാകട്ടെ ഇവരുടെ പിതാവ് കോൺസ്റ്റൻസുമായി പണ്ടേ ഒരു അടുപ്പക്കുറവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതുകൂടി വെച്ച് യുദ്ധം ചെയ്യാമെന്നതിലുപരി വേറെ അധികാരം എടുപ്പുകളൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അതവിടെ ഒരു തർക്കത്തിന് വഴിയൊരുക്കുന്നു. ഊതർ ഈ ചർച്ചകളിലെല്ലാം അസ്വസ്ഥനാണ്.
അവന് യുദ്ധം ചെയ്യാൻ അറിയാം, പക്ഷേ ഈ രാഷ്ട്രീയ കളികൾ അദ്ദേഹത്തിന് വഴങ്ങുന്നില്ല. അങ്ങനെ ഊതറം ഇടപെട്ടവിടെ തർക്കമാവുന്നതിനെ തുടർന്ന് ഗ്ലോറായി പിണങ്ങി പോകുന്ന അവസരമുണ്ടാകുന്നത് ഓറേലിയസിന് ഇഷ്ടപ്പെടാത്തതിൻ്റെ പ്രധാന കാരണം തങ്ങളുടെ സഖ്യം കുറഞ്ഞു വരുന്ന ആലോചിച്ചാണ്. അങ്ങനെ ഊതറിനെ വിട്ട് അദ്ദേഹത്തെ സ്വാധീനിക്കാൻ തീരുമാനിക്കുന്നു. ഗ്ലോറായി കൂടെ ഉണ്ടെങ്കിൽ മറ്റു രാജാക്കന്മാരും കൂടെ നിൽക്കും. അങ്ങനെ മനസ്സിലോടെ ഈ ലക്ഷ്യമായ ഗ്ലോറോയുടെ കൂടാരത്തിലേക്ക് ചെല്ലുന്ന ഊതർ കാണുന്നത് അതിസുന്ദരിയായ രാജാവിൻ്റെ മകൾ ഇഗേർണയാണ്. ഊതർ തൻ്റെ പൗരുഷം കൊണ്ടും സംസാരം കൊണ്ടും അവളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു. ഇഗേർണ വെറുമൊരു രാജകുമാരിയല്ല, അവൾക്ക് രാഷ്ട്രീയ ബോധമുണ്ട്. വൈകാതെ കൂടാരത്തിലേക്ക് തിരിച്ചെത്തുന്ന രാജാവിന് ഇവർ രണ്ടുപേരും അടുക്കുന്നതിന് വിയോജിപ്പ് പ്രകടിപ്പിച്ച് പിന്നാലെ ഊതർ വന്നതിൻ്റെ ഉദ്ദേശം നടത്താൻ പരിശ്രമിക്കുന്നതിലും അത് നല്ലതായി പോകുന്നില്ല. എന്നാൽ അവിടെ മോർക്കൻറ്റും മറ്റൊരു ഗോത്രരാജാവും ചേർന്ന് ഗ്ലോറിയുടെ മനസ്സിലേക്ക് പുതിയ കൗശലങ്ങൾ നിറച്ചു കൊടുക്കുകയാണ്. തങ്ങൾ ഓറേലിയസിൻ്റെ കൂടെ നിൽക്കാമെന്ന് ശപഥം ചെയ്തു കഴിഞ്ഞു, എന്നാൽ നിങ്ങളിതുവരെ ശപഥം ചെയ്തിട്ടില്ല, അതുകൊണ്ട് വെല്ലുവിളിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട്. ഇവർ പോയ ശേഷം ഇതെല്ലാം കേട്ട ഇഗേർണ തൻ്റെ അച്ഛനോട് താക്കീത് കൊടുക്കുന്നുണ്ട്. ഈ രണ്ടുപേരും വിഷപ്പാമ്പുകളാണ്, അവരെ വിശ്വസിക്കരുതെന്നും ഓറേലിയസും മൂതറും ന്യായത്തിൻ്റെ പക്ഷത്തെയാണ് തനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിരുന്നാലും ഗ്ലോറായി മോർക്കൻ്റെ ആ വാക്കുകളിൽ വീണു പോകുന്നു. അങ്ങനെ ഹൈക്കിംഗ് ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാലഞ്ച് വയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണ്. ഇതോടെ ഗ്ലോറോയുമായി ഒരു ദ്വന്ദ്വയുദ്ധത്തിന് ഓറേലിയസ് ഒരു കഠിനമായ തീരുമാനമെടുക്കുമ്പോൾ ഊതർ ഇതിൽ ഭയന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് സഹോദരനെ. കാരണം ഗ്ലോറോ ഒരു ഭീമനാണ്, യുദ്ധങ്ങൾ പലത് ചെയ്ത് നല്ല പ്രാവീണ്യമുള്ളയാൾ. ഓറേലിയസ് ആണെങ്കിൽ കമ്പയർ ചെയ്താൽ അത്ര കരുത്തനല്ല, അവൻ നിന്നെ കൊന്നുകളയും എന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി കരഞ്ഞു പറയുന്നതിലും പക്ഷേ ഓറേലിയസ് ഉറച്ചു തന്നെ, ഒരു ഹൈക്കിംഗ് ആകാൻ എനിക്ക് യോഗ്യതയുണ്ടെന്ന് ഞാൻ തെളിയിക്കണം. അങ്ങനെ അവിടെ ഒരു യുദ്ധം അരങ്ങേറുകയാണ്. ചോരയും നീരും ചിതറുന്ന പോരാട്ടം. ഗ്ലോറോയി തൻ്റെ ശക്തി ഉപയോഗിച്ച് ഓറേലിയസിനെ തകർക്കാൻ നോക്കി. ഇടയ്ക്ക് ഗ്ലോറോയി തൻ്റെ കടാരയെടുത്ത് ഓറേലിയസിൻ്റെ തുടയിൽ ആഴത്തിൽ കുത്തിയിറക്കി. ആ വേദന സഹിക്കാവുന്നതിലപ്പുറമാണെങ്കിൽ പോലും ഓറേലിയസ് ആ കടാര കാലിലേക്ക് തന്നെ പോരാട്ടം തുടർന്നു. ഇത് കണ്ട് അവിടെയുള്ള മറ്റു രാജാക്കന്മാർ അമ്പരന്നു പോയി. ഒടുവിൽ ഗ്ലോറോയുടെ വിരലുകൾ വെട്ടിമാറ്റി ഓറേലിയസ് അയാളെ നിലം പരിശാക്കിയതോടെ ഗ്ലോറോയി ഓറേലിയസിന് മുന്നിൽ മുട്ടുമടക്കി. ഓറേലിയസിൻ്റെ അധികാരത്തിന്മേലുള്ള ആശങ്കകളുടെ അന്ത്യം കൂടിയായിരുന്നു അത്. യുദ്ധത്തിന് ശേഷം കൂടാരത്തിൽ വെച്ച് ഓറേലിയസിനെ മുറിവ് ചികിത്സിക്കുന്ന രംഗം വളരെ വൈകാരികമാണ്. ആ കടാര കാലിൽ നിന്ന് ഊരുമ്പോൾ ഉണ്ടാകുന്ന വേദനയിലും ഹൈക്കിങ്ങിന് അറിയേണ്ടത് രാജാക്കന്മാരെല്ലാം യുദ്ധത്തിന് വേണ്ടി ഒന്നിച്ചിട്ടുണ്ടോ എന്നാണ്. തൻ്റെ കരച്ചിൽ പുറത്തുള്ളവർ കേൾക്കാതിരിക്കാൻ ഒരു തൂവാല കടിച്ചു പിടിച്ച് സഹിക്കെ കടാരൂരി അവിടേക്ക് ചുട്ടുപിടിപ്പിച്ച ഇരുമ്പ് കഷ്ണം വെച്ച് പൊള്ളിക്കുമ്പോൾ ഇതേസമയം മറ്റൊരിടത്ത് അടുത്ത സൂര്യോദയം തന്നെ കിങ് കസ്റ്റഡിനുമൊത്ത് ഓറേലിയസിനടുത്തേക്ക് പോകാനുള്ള പ്രതീക്ഷയിലാണ് മെർലിൻ. അവൻ തീയിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ആ പെൺകുട്ടിയുടെ വിഷൻ വരികയാണ്. ഇത്തവണ അവൾ മെർലിനടുത്തേക്ക് എത്തി പോകരുതെന്നും ഇവിടെ നിൽക്കാനും പറയുന്ന കാഴ്ച. ഇത്രയും സമയം വിഷനിൽ വന്ന ആ പെൺകുട്ടി വേറെ ആരുമല്ല, അതാണ് കസ്റ്റഡിൻ്റെ മരണപ്പെട്ട മകളും മെർലിൻ്റെ ആരൊക്കെയോ ആയിരുന്ന ഗന്നിയഡ. ഈ ഒരു വൻ മൊമെൻറ്റിൽ മറ്റു അധ്യായം അവിടെ അവസാനിക്കുമ്പോൾ ഇത് മെർലിൻ്റെ വെറും ഒരു തോന്നലാണോ അതോ മോർഗേൻ്റെ ആഭിചാരമാണോ? കാരണം മോർഗേനെക്കുറിച്ചുള്ള ഓർമ്മകൾ വേട്ടയാടുന്നതായി മുന്നേ മെർലിൻ അവലാക്കിനോട് പറഞ്ഞത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ മെർലിനെ വഴിതെറ്റിക്കാനുള്ള കെണിയാണോ ഈ വിഷൻസൊക്കെ, അതോ യഥാർത്ഥ ഗന്നിയഡ പറയാൻ ബാക്കി വെച്ച സ്നേഹവുമായി പിന്തുടരുന്നതാണോ? എന്തായാലും പുതിയ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാത്തിരുന്നു കാണാം.